ക്ലൈമറ്റ് ഡൈവേഴ്സിറ്റി ഇൻ പെനിൻസുല പ്ലാറ്റു ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥാ വൈവിധ്യം. പെനിൻസുല പ്ലാറ്റു ജനറലി എക്സ്പീരിയൻസസ് ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ സാധാരണ അനുഭവപ്പെടാറുള്ളത് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ്. വാട്ട് ആർ ദ മേജർ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ ക്ലൈമറ്റ് ഓഫ് പെനിൻസുല പ്ലാറ്റു? ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതെല്ലാം? വാട്ട് ആർ ദ മേജർ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ ക്ലൈമറ്റ് ഓഫ് പെനിൻസുല പ്ലാറ്റു? ഒന്ന്, ട്രോപ്പിക്കൽ ലൊക്കേഷൻ, ഉഷ്ണമേഖലയിലെ സ്ഥാനം. പെക്യുലർ ഷേപ്പ് ഓഫ് പെനിൻസുല, ഉപദ്വീപിന്റെ സവിശേഷ ആകൃതി. ഡിസ്റ്റൻസ് ഫ്രം ഓഷൻ, സമുദ്രത്തിൽ നിന്നുള്ള അകലം. ഓറിയന്റേഷൻ മൗണ്ടൈൻ റേഞ്ചസ്, പർവ്വതനിരകളുടെ കിടപ്പ്, തെക്കോട്ടാണോ വടക്കോട്ടാണോ സൗത്ത് വെസ്റ്റ് ആണോ എന്നുള്ളൊക്കെ ആ കിടപ്പ്. അടുത്ത ഡയറക്ഷൻ ഓഫ് മൺസൂൺ വിൻഡ്സ്, മൺസൂൺ കാറ്റിന്റെ ഗതി. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണ്? ട്രോപ്പിക്കൽ ലൊക്കേഷൻ, പെക്യുലർ ഷേപ്പ് ഓഫ് പെനിൻസുല, ഡിസ്റ്റൻസ് ഫ്രം ദ ഓഷൻ, ഓറിയന്റേഷൻ ഓഫ് മൗണ്ടൈൻ റേഞ്ചസ്, ഡയറക്ഷൻ ഓഫ് മൺസൂൺ വിൻഡ്സ്. അപ്പോൾ ഇവയൊക്കെയാണ് പ്രധാനമായിട്ട് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. മൺസൂൺ എന്ന വാക്ക് ഡിറൈവ് ചെയ്തത് മോസിം എന്ന അറബിക് വാക്കിൽ നിന്നാണ്. അതിന്റെ അർത്ഥം കാലികമായി ഉണ്ടാകുന്ന കാറ്റെന്നാണ്. ഓരോ സീസണിൽ ഉണ്ടാകുന്ന കാറ്റെന്നാണ് മോസിം എന്ന വാക്കിന്റെ അർത്ഥം. അതിൽ നിന്നാണ് മൺസൂൺ എന്ന പദരൂപം കൊണ്ടുള്ളത്. ഇപ്പോൾ മേജർ ഫാക്ടേഴ്സ് ഓഫ് ഇൻഫ്ലുവൻസിംഗ് ക്ലൈമറ്റ് ഏതൊക്കെയാണ്? ട്രോപ്പിക്കൽ ലൊക്കേഷൻ, പെക്യുലർ ഷേപ്പ് ഓഫ് പെനിൻസുല, ഡിസ്റ്റൻസ് ഫ്രം ദ ഓഷൻ, ഓറിയന്റേഷൻ ഓഫ് മൗണ്ടൈൻ റേഞ്ചസ്, ഡയറക്ഷൻ ഓഫ് മൺസൂൺ വിൻഡ്സ്. ഇനി നമ്മൾ മനസ്സിലാക്കുന്ന ക്ലൈമറ്റ് ഓഫ് പെനിൻസുല പ്ലാറ്റു, ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ കുറിച്ച് എടുത്തു പറയുകയാണ്. പ്രത്യേകിച്ച് ടെമ്പറേച്ചറിന്റെ കാര്യമാണ് നമ്മൾ തുടക്കം തന്നെ പറയുന്നത്. താപനിലയുടെ കാര്യമാണ് പറയുന്നത്. Where in the mountain region, the average summer temperature in Peninsula Plateau is more than 30 degrees Celsius. പർവ്വതനിരകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഉപദ്വീപീയ പീഠഭൂമിയിലെ ടെമ്പറേച്ചർ എന്നത് 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. മോർ ദാൻ 30 ഡിഗ്രി സെൽഷ്യസ്. Where in the mountain region, average summer temperature in the Peninsula Plateau is more than 30 degree Celsius. അപ്പോൾ ഇവിടുത്തെ ശരാശരി താപനില എന്നത് പർവ്വതനിരകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ശരാശരി താപനില എന്നത് 30 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാണ്. ഉപദ്വീപിലെ മൊത്തത്തിലുള്ള കാര്യമാണ് പറയുന്നത്. 30 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാണ്. ടെമ്പറേച്ചർ ഡെക്കാൻ പ്ലേറ്റ്. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ഡെക്കാൻ പീഠഭൂമിയിലെ കാര്യം എടുത്തു പറയുകയാണ്. ടെമ്പറേച്ചർ ഡെക്കാൻ പ്ലേറ്റ് ജനറലി ടച്ചസ് 38 ഡിഗ്രി സെൽഷ്യസ് ഇൻ മാർച്ച്. മാർച്ച് മാസത്തിൽ ഡെക്കാൻ പീഠഭൂമിയിൽ 38 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാവാറുണ്ട്. ടെമ്പറേച്ചർ ഡെക്കാൻ പ്ലേറ്റ് ജനറലി ടച്ചസ് 38 ഡിഗ്രി സെൽഷ്യസ് ഇൻ മാർച്ച്. ഇനി അടുത്ത നമ്മൾ മനസ്സിലാക്കുന്ന വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗത്തെ ടെമ്പറേച്ചറിന്റെ കാര്യമാണ്. ജനറലി ലോ ടെമ്പറേച്ചർ പ്രിവലന്റ് ഹയർ എലവേഷൻ ഇൻ ദ വെസ്റ്റേൺ ഗട്ട്സ്. പശ്ചിമഘട്ട മലനിരകളുടെ ഉയർന്ന വിതാനങ്ങളിൽ, ഉയർന്ന ഭാഗങ്ങളിൽ താരതമ്യേന താഴ്ന്ന താപനിലയാണ് അനുഭവപ്പെടാറുള്ളത്. ഇപ്പൊ ഇവിടെ ആദ്യം നമ്മൾ പറഞ്ഞത് മൊത്തത്തിൽ ഉപദ്വീപിലെ പെനിൻസുല പ്ലാറ്റു അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയിലെ മൊത്തത്തിലുള്ള താപനിലയാണ് പറഞ്ഞത്. ആവറേജ് സമ്മർ ടെമ്പറേച്ചർ ഇൻ പെനിൻസുല പ്ലാറ്റു ഈസ് മോർ ദാൻ 30 ഡിഗ്രി സെൽഷ്യസ്. മൊത്തത്തിൽ 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഡെക്കാൻ പ്ലേറ്റുവിൽ എങ്ങനെയാണ്? മാർച്ച് മാസത്തിലെ ടെമ്പറേച്ചർ ഡെക്കാൻ പ്ലേറ്റു ജനറലി ടച്ചസ് 38 ഡിഗ്രി സെൽഷ്യസ് ഇൻ മാർച്ച്. ഇനി ഹയർ എലവേഷൻ ദ വെസ്റ്റേൺ ഗട്ട്സിൽ ജനറലി ലോ ടെമ്പറേച്ചർ അനുഭവപ്പെടുക. ജനറലി ലോ ടെമ്പറേച്ചർ പ്രിവലന്റ് ഹയർ എലവേഷൻ ദ വെസ്റ്റേൺ ഗട്ട്സ്. പശ്ചിമഘട്ടത്തിന്റെ ഉയർന്ന വിതാനങ്ങളിൽ താഴ്ന്ന ടെമ്പറേച്ചർ ആണ് അനുഭവപ്പെടുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് മീൻ ബൈ ഡയറണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. എന്താണ് ദൈനിക താപാന്തരം എന്നാണെന്ന്. ഇപ്പൊ ദൈനിക താപാന്തരം എന്ന് പറയുന്നത് diurnal range of temperature is the difference between maximum temperature and minimum temperature recorded in a particular place in a day. But diurnal range of temperature is the difference between എന്തൊക്കെ തമ്മിലാണ്? maximum temperature and minimum temperature recorded at a particular place in a day. ഒരു പ്രദേശത്ത് ഒരു നിശ്ചിത ദിവസത്തില് ആ പ്രദേശത്ത് അനുഭവപ്പെടുന്ന ഏറ്റവും കൂടിയ താപനിലയും ഏറ്റവും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ആ ഡയറണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഡയറണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിലെ ഒരു ദിവസത്തെ കൂടിയ താപനിലയുടെയും അതേപോലെ തന്നെ കുറഞ്ഞ താപനിലയുടെയും വ്യത്യാസമാണ് ഡയറണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഡയറണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ്? മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് മിനിമം ടെമ്പറേച്ചർ റെക്കോർഡ് അറ്റ് എ പർട്ടിക്കുലർ പ്ലേസിന്റെ. ഒരു പ്രദേശത്തെ ഒരു ദിവസത്തിൽ അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും അതേപോലെ തന്നെ കുറഞ്ഞ താപനിലയുടെയും വ്യത്യാസമാണ് ഡയറണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. But diurnal range of temperature എന്താണ്? Diurnal range of temperature is the difference between maximum temperature and minimum temperature recorded in a particular place in a day. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് diurnal range of temperature is very high along interior of the plateau. അപ്പോൾ പീഠഭൂമിയുടെ ഉൾഭാഗങ്ങളിൽ ഈ ദൈനിക താപാന്തരം വളരെ കൂടുതലാണ്. Diurnal range of temperature is very high along the interior of the plateau. എന്ത് കാരണം കൊണ്ടാണ്? Due to the considerable fall in night temperature. അതായത് രാത്രികാലങ്ങളിൽ വളരെ ഗണ്യമായിട്ട് താപനില കുറയാറുണ്ട്. എവിടെ? ഈ പീഠഭൂമിയുടെ ഭാഗങ്ങളിൽ. അതുകൊണ്ടാണ് ഈ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡയറണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ എലോങ് ദ ഇന്റീരിയർ ഓഫ് ദ പ്ലാറ്റു. എന്ത് കാരണം കൊണ്ടാണ്? ഡ്യൂ ടു ദ കൺസിഡറബിൾ ഫാൾ ഇൻ ദ നൈറ്റ് ടെമ്പറേച്ചർ. രാത്രികാലങ്ങളിൽ ഗണ്യമായിട്ട് രാത്രിയിൽ താപം കുറയുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കാറുള്ളത്. അപ്പൊ ഇത്രയും ഭാഗം ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞത് ബാർ ഇൻ ദ മൗണ്ടൻ റേഞ്ച് ആവറേജ് സമ്മർ ടെമ്പറേച്ചർ പെനിൻസുല പ്ലാറ്റു ഈസ് മോർ ദാൻ 30 ഡിഗ്രി സെൽഷ്യസ്. അതായത്
ഈ പർവ്വത മേഖല ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ഉപദ്വീപ പീഠഭൂമിയിൽ മൊത്തത്തിൽ നമ്മൾ ശരാശരി താപനില കണക്കാക്കിയാൽ അവിടെ ഏതാണ് മോർ ദാൻ 30°C ആണ്. ഇനി നമ്മൾ ഡെക്കാൻ പ്ലാറ്റിന്റെ അടുത്ത കാര്യം പറയുന്നു. മാർച്ച് മാസത്തിൽ എത്ര വരെ പോകാറുണ്ട്? ടച്ചസ് 30°C ഇൻ മാർച്ച് മാസത്തിൽ 38 ഡിഗ്രി വരെ ഡെക്കാൻ പ്ലേറ്റിൽ കാണാറുണ്ട്. ഇനി ജനറൽ ഡോൾ ടെമ്പറേച്ചർ പ്രൊവൈൽസ് ഹയർ എലിവേഷൻ വെസ്റ്റേൺ ഗട്ട്സ്, പശ്ചിമഘട്ട മലനിരകളുടെ ഉയർന്ന വിതാനങ്ങളിൽ എത്രയാണ് ലോവർ ടെമ്പറേച്ചറാണ് അനുഭവപ്പെടാറുള്ളത്. ഇനി ഡയറൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ അലോങ് ഇന്റീരിയർ ഓഫ് ദ പ്ലാറ്റു. ഈ പ്രദേശങ്ങൾ, അതായത് പീഠഭൂമിയുടെ ഉൾപ്രദേശങ്ങളിൽ ദൈനിക താപനില വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ ഡ്യൂ ടു ദ കൺസിഡറബിൾ ഫാൾ ഇൻ ദ നൈറ്റ് ടെമ്പറേച്ചർ. രാത്രി കാലങ്ങളിൽ ഈ താപനിലയിൽ ഗണ്യമായിട്ടുള്ള കുറവുണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഈ വ്യത്യാസം അനുഭവപ്പെടാറ് നമുക്ക് കാണാറുള്ളത്. ഇനി ഡയറൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്, ഒന്നുകൂടെ നോക്കണം. ഡയറൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എന്തൊക്കെ തമ്മിലാണ്? മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് മിനിമം ടെമ്പറേച്ചർ റെക്കോർഡിന്റെ പർട്ടിക്കുലർ പ്ലേസിന്റെ ഒരു ദിവസത്തിൽ അനുഭവപ്പെടുന്ന കൂടിയ താപനിലയുടെയും കുറഞ്ഞ താപനിലയുടെയും വ്യത്യാസമാണ് ഡയറൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്നത്. ഇനി ഊട്ടി, അതുപോലെ തന്നെ വയനാട്, കൊടൈക്കനാൽ തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളാണ്. ഇവിടെയൊക്കെ എന്തുകൊണ്ടാണ് ഈ വളരെയധികം നല്ല കൂൾ ക്ലൈമറ്റ് ആയിട്ട് കാണപ്പെടാനുള്ള കാരണം? ടെമ്പറേച്ചർ അറ്റ്മോസ്ഫിയർ ഡിക്രീസസ് ആസ് വി ഗോ ടു ഹയർ എലിവേഷൻസ്. ഉയർന്ന വിതാനങ്ങളിലേക്ക് പോകുന്നതോറും ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കുറയും. അതുകൊണ്ടാണ് ഈ പ്രദേശങ്ങളൊക്കെ കൂൾ ക്ലൈമറ്റ് കാണപ്പെടുന്നത്. ഇനി നമ്മൾ ടെമ്പറേച്ചർ മാറി, ഇനി നമ്മൾ റെയിൻഫാളിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫാൾ ഇൻ പെനിൻസുല പ്ലാറ്റു, ഉപദ്വീപ പീഠഭൂമിയിലെ മഴ വിതരണത്തെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. Rainfall is moderate or scanty throughout the Peninsula Plateau except the western slope of the Western Ghats. അപ്പോൾ വെസ്റ്റേൺ സ്ലോപ്പ് ഓഫ് ദ വെസ്റ്റേൺ ഗട്ട്സ്, പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറെ അരികൊഴികെ ഉപദ്വീപ പീഠഭൂമിയിൽ മൊത്തത്തിൽ എന്താ സംഭവിക്കുക? മോഡറേറ്റ് ഓർ സ്കാൻഡി റെയിൻഫാൾ ഉണ്ടാവുക. മിതമായിട്ടുള്ളതോ അല്ലെങ്കിൽ വിരളമായിട്ടുള്ള മഴയാണ് കാണപ്പെടുക. റെയിൻഫാൾ ഈസ് മോഡറേറ്റ് ഓർ സ്കാൻഡി ത്രൂ ഔട്ട് ദ പെനിൻസുല പ്ലാറ്റു എക്സെപ്റ്റ് എന്തൊഴികെ വെസ്റ്റേൺ സ്ലോപ്പ് ഓഫ് ദ വെസ്റ്റേൺ എന്ന് വെച്ചാൽ പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറ് ഭാഗത്ത് മഴ കിട്ടാറുണ്ടെന്നാണ് അർത്ഥമാക്കുന്നത്. ബാക്കിയുള്ള പ്രദേശങ്ങളിൽ മോഡറേറ്റ് ഓർ സ്കാൻഡി ആണ്. അപ്പൊ റെയിൻഫാൾ ഈസ് മോഡറേറ്റ് ഓർ സ്കാൻഡി ത്രൂ ഔട്ട് ദ പെനിൻസുല പ്ലാറ്റു എക്സെപ്റ്റ് ദ വെസ്റ്റേൺ സ്ലോപ്പ് ഓഫ് ദ വെസ്റ്റേൺ ഗട്ട്സ്. ഇനി നമ്മൾ സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അഥവാ ഇടവപ്പാതിയെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇത് ഏകദേശം ജൂൺ മാസത്തിലാണ് നമുക്ക് സ്കൂൾ തുറക്കുന്ന സമയമുണ്ടല്ലോ, ആ കാലഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഡ്യൂറിംഗ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ the moisture laden winds are raised and condensed along the western slope of the Western Ghats. During the southwest monsoon season, ഏത് കാലഘട്ടത്തിലാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇടവപ്പാതി സമയ കാലഘട്ടത്തിൽ മോയ്സ്ചർ ലാഡൻ വിൻഡ്സ് എന്ന് വെച്ചാൽ ഈർപ്പം വഹിച്ചു കൊണ്ടുവരുന്ന കാറ്റ് റൈസ്ഡ് ആൻഡ് കണ്ടൻസ്ഡ് അലോങ് ദി വെസ്റ്റേൺ സ്ലോപ്പ് ഓഫ് ദി വെസ്റ്റേൺ ഗട്ട്സ്. എവിടെയാണ്? പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറെ അരികിൽ ഉയർന്നു പൊങ്ങുകയും അവിടെ വെച്ച് തണുത്തുറഞ്ഞ് അത് ഘനീഭവിച്ച് കോസ് ഹെവി റെയിൻഫോൾ അലോങ് ദി വെൻഡിവാർഡ് സൈഡ്, ആ കാറ്റിന് അഭിമുഖമായ സ്ഥലത്ത് ശക്തമായ മഴ ലഭിക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്യും. അപ്പൊ ഡ്യൂറിംഗ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ എന്ത് സംഭവിക്കും? The moisture laden winds raised and condensed along the western slope of the Western Ghats. പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറെ അതിരിലെ ഇത് വന്ന് തട്ടുകയും അത് അവിടെ നിന്ന് ഉയർന്നു പൊങ്ങുകയും അവിടെ വെച്ച് കനീഭവിച്ച് കോസ് ഹെവി റെയിൻഫോൾ അലോങ് ദ വിൻഡ്വാർഡ് സൈഡ്, കാറ്റിന് അഭിമുഖമായ സ്ഥലത്ത് ശക്തമായ മഴ ലഭിക്കുകയും ചെയ്യും. The west coast and the western slope of the Western Ghats receive 250 to 400 cm rainfall during this period. ഈ കാലഘട്ടത്തിൽ വെസ്റ്റ് കോസ്റ്റ് പശ്ചിമ തീരപ്രദേശത്തും കൂടാതെ വെസ്റ്റേൺ സ്ലോപ്പ് ഓഫ് ദി വെസ്റ്റേൺ ഗട്ട് പശ്ചിമഘട്ട മലനിരയുടെ പടിഞ്ഞാറൻ തീരത്തും റിസീവ് 250 മുതൽ 400 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കാറുണ്ട്. അപ്പൊ ഇത് നമ്മൾക്കൊന്ന് മനസ്സിലാക്കാം. അതായത് ഈ ഒരു ഭാഗത്ത് ഇവിടെ ഇന്ത്യൻ ഓഷൻ ആണുള്ളത്. ഈ ഇന്ത്യൻ ഓഷന്റെ ഇതിലേക്കൂടെ ഇവിടെ എപ്പോഴും കാറ്റ് സഞ്ചരിക്കുന്ന ഹൈ പ്രഷർ ടു ലോ പ്രഷർ ഏരിയയിലേക്കാണ്. അപ്പൊ ഇവിടെ ഈ പറയുന്ന പ്രദേശത്ത് ഈ പറഞ്ഞ കടൽ ഭാഗത്ത് ഇന്ത്യൻ ഓഷന്റെ ഈ ഭാഗത്ത് ഉയർന്ന മർദ്ദം രൂപപ്പെടുന്നുണ്ട്. അപ്പൊ ആ കാറ്റ് ഇവിടെ നിന്ന് രണ്ടായിട്ട് പിരിയും. ഒന്ന് ഈ അറബിക്കടലിന്റെ ഭാഗത്തേക്ക്, മറ്റൊന്ന് ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗത്തേക്ക് രണ്ടായിട്ട് പിരിഞ്ഞ് കാറ്റ് സഞ്ചരിക്കും. എവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്? ഹൈ പ്രഷർ ടു എവിടെ നിന്നാണ്? ഉന്നത മർദ്ദത്തിൽ നിന്നും ലോവർ പ്രഷറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സഞ്ചരിക്കും. അപ്പൊ ഇത് രണ്ടായിട്ട് പിരിഞ്ഞ് ഒന്ന് അറബിക്കടലിന്റെ മേഖലയിലേക്ക് തിരിയും, മറ്റൊന്ന് ഈ ഒരു ഭാഗത്തേക്ക് തിരിയും. നമ്മൾ ഈ ഒരു ഭാഗത്തെ കുറിച്ചാണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. ഇതിനെ നമ്മൾ പറയുന്നതാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇത് ആദ്യം ടച്ച് ചെയ്യുക തിരുവനന്തപുരം ഈ ഒരു ഭാഗത്താണ്. ജൂൺ 1-ാം തീയതി ഇവിടെയാണ് ആദ്യം ടച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇവിടെയാണ് വെസ്റ്റേൺ ഘട്ട് നിലനിൽക്കുന്നത്. ഇവിടെ എത്തുന്ന ഈ കടലിൽ നിന്നുള്ള ഈർപ്പവായു ഇവിടെ എത്തിച്ചേരും, ഈ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗത്തേക്ക് എത്തിച്ചേർന്നതിന് ശേഷം ഇത് മുകളിലേക്ക് ഉയർന്നു പൊങ്ങും. ഇത് അപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ തട്ടി ഇത് മുകളിലേക്ക് ഉയർന്നു പൊങ്ങുന്ന അവിടെ വെച്ച് കനീഭവിച്ച് എന്ത് ചെയ്യും? ശക്തമായിട്ടുള്ള മഴ ഈ ഒരു ഭാഗത്ത് കിട്ടും. നമ്മുടെ കേരളത്തിന്റെ ഈ ഭാഗത്ത്, തിരുവനന്തപുരത്തിന്റെ ഭാഗത്ത് ഈ ഒരു ശക്തമായിട്ടുള്ള പശ്ചിമഘട്ട മലനിരയുടെ ഈ ഭാഗത്ത് കിട്ടും. ഇതിന് ഓറോഗ്രാഫിക് റെയിൻഫാൾ എന്നൊക്കെ അറിയപ്പെടും.
അപ്പോൾ ഈ ഒരു ഭാഗത്ത് ശക്തമായിട്ടുള്ള മഴ ലഭിക്കും. എന്നാൽ ഇവിടെ നിന്ന് ശേഷം ഈ കാറ്റ് ഇപ്പുറത്തെ ഭാഗത്ത്, ഈ മലയുടെ അപ്പുറത്തെ ഭാഗത്തേക്ക് താഴ്ന്ന വിധാനം അവിടെ അങ്ങോട്ടേക്ക്, അതായത് ഈ കാറ്റിന് പ്രതിമുഖമായ സ്ഥലത്തേക്ക് അങ്ങോട്ടേക്ക് പോകും. അവിടേക്ക് പോകുന്ന സമയത്ത് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഈർപ്പം ഇല്ലാതായി തീരും. കടലിൽ നിന്ന് കരയിലേക്ക് വരുന്ന സമയത്ത് ഇഷ്ടംപോലെ ഈർപ്പവുമായിട്ടാണ് ഇത് വരുന്നത്. എന്നാൽ ഇത് മഴയൊക്കെ പെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരുമ്പോൾ, കരയിലെത്തുമ്പോൾ ഇതിന്റെ ഈർപ്പം നഷ്ടപ്പെടും. ഈർപ്പം നഷ്ടപ്പെടുമ്പോൾ ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്, അതായത് ഈ കാറ്റിന്റെ പ്രതിമുഖ അവസ്ഥയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിന്റെ ഈർപ്പം നഷ്ടപ്പെടുകയും അവിടെ വളരെ കുറഞ്ഞ മഴ ലഭിക്കുകയും ചെയ്യും. ആ ഒരു പ്രദേശത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെയിൻ ഷാഡോ റീജിയൻ എന്നറിയപ്പെടും, മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടും. അപ്പൊ എന്താണ് ഈ മഴനിഴൽ പ്രദേശം നമുക്ക് മനസ്സിലാക്കണം. ഇനി അടുത്ത എന്താണ് മഴനിഴൽ പ്രദേശം എന്നാണ് മനസ്സിലാക്കുന്നത്. റെയിൻ ഷാഡോ റീജിയൻ എന്നാണ് winds descending along the eastern slope of the western Ghats. Winds descending along the eastern slope of the western Ghats being dry. അപ്പോൾ ഈ കാറ്റ് എങ്ങോട്ടേക്കാണ് സഞ്ചരിക്കുന്നത്? പശ്ചിമഘട്ട മലനിരകളുടെ കിഴക്കൻ ഭാഗത്തേക്ക് താഴ്ന്നിറങ്ങുന്ന ഈർപ്പമില്ലാത്ത വായു. ദ വിൻസ് ഡിസെൻഡിങ് എന്ന് വെച്ചാൽ ഈർപ്പം ഇല്ലാതെ, നേരത്തെ ഈർപ്പവുമായിട്ട് വന്നു, അത് ശക്തമായിട്ട് മഴ നൽകി. ഇനി ആ കാറ്റ് അപ്പുറത്തേക്ക് ഭാഗത്തേക്ക് പോവുകയാണ്. വിൻസ് ഡിസെൻഡിങ് along the eastern slope of the western Ghats being dry. പശ്ചിമഘട്ട മലനിരകളുടെ കിഴക്കൻ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന ഈർപ്പമില്ലാത്ത വായു. ആ കാരണത്താൽ ദ പ്ലേറ്റു റീജിയൻ സിറ്റുവേറ്റഡ് ക്ലോസ് ടു ഈസ്റ്റേൺ സ്ലോപ്പ് ദ റിസീവ് വെരി ലെസ് എമൗണ്ട് ഓഫ് റെയിൻഫാൾ. അതുകൊണ്ട് തന്നെ ഈ പീഠഭൂമി പ്രദേശത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ ദ പ്ലേറ്റു റീജിയൻ സിറ്റുവേറ്റഡ് ക്ലോസ് ഓഫ് ദ ഈസ്റ്റേൺ സ്ലോപ്സ് റിസീവ് വെരി ലെസ് എമൗണ്ട് ഓഫ് റെയിൻഫാൾ. വളരെ കുറച്ച് മാത്രമേ മഴ ലഭിക്കാറുള്ളൂ ആ പ്രദേശത്ത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തമിഴ്നാട്, കർണാടക തുടങ്ങിയ പ്രദേശങ്ങളിൽ വളരെ കുറച്ച് മാത്രമേ ഈ സമയത്ത് മഴ ലഭിക്കാറുള്ളൂ. സച്ച് റീജിയൻ ആർ ടേംഡ് ആസ്, ആ മേഖലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെയിൻ ഷാഡോ റീജിയൻ. അപ്പൊ എന്താണ് മഴനിഴൽ പ്രദേശം എന്ന് വെച്ചാൽ the winds descending along the eastern slope of the western Ghats being dry. അപ്പോൾ പശ്ചിമഘട്ട മലനിരകളുടെ കിഴക്കൻ ഭാഗത്തേക്ക് താഴ്ന്നിറങ്ങുന്ന ഈർപ്പമില്ലാത്ത വായു കാരണത്താൽ ദ പ്ലേറ്റു റീജിയൻ സിറ്റുവേറ്റഡ് ക്ലോസ് ദ ഈസ്റ്റേൺ സ്ലോപ്പ്, എവിടെയാണ് ഈസ്റ്റേൺ സ്ലോപ്പ്, പീഠഭൂമിയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ റിസീവ് എന്ത് ലഭിക്കുകയുള്ളൂ? വെരി ലെസ് എമൗണ്ട് ഓഫ് റെയിൻ, വളരെ കുറച്ച് മഴ മാത്രമേ ലഭിക്കുകയുള്ളൂ. സച്ച് റീജിയൻ ആർ ടേംഡ് ആസ് എന്ത് വിളിക്കും? റെയിൻ ഷാഡോ റീജിയൻ അഥവാ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടും. അപ്പൊ എന്താണ് നമ്മൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഒന്നത് പറയുന്നത് വെസ്റ്റേൺ ഘട്ടിലെ മഴ വിധാനത്തെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് കാലാവസ്ഥ, ഇവിടുത്തെ മഴ വിധാനം എങ്ങനെയാണെന്ന്, മഴ വിതരണം എപ്പോഴും പ്രകാരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. Rainfall is moderate or scanty throughout the peninsula except the western slope of the western Ghats. പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറേ അരിക് ഒഴികെ ഉപദ്വീപ് പെടുവിൽ എങ്ങനെയാണ് മോഡറേറ്റ് ഓർ സ്കാൻഡി റെയിൻഫാൾ ആണ് ലഭിക്കുക. ഇനി നമ്മൾ സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ കാര്യം പറയണം. ഡ്യൂറിംഗ് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ മോയ്സ്ചർ ലാഡ് വിൻഡ് റൈസ്ഡ് ആൻഡ് കണ്ടൻസ് അലോങ് ദ വെസ്റ്റേൺ സ്ലോപ്പ് ഓഫ് ദ വെസ്റ്റേൺ Ghats. പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറേ അരികിലെ എത്തുന്ന ഈർപ്പമുള്ള വായു അവിടെ തടഞ്ഞു നിൽക്കുകയും അത് മുകളിലേക്ക് ഉയർന്നു പൊങ്ങി ഖനീഭവിച്ച് ശക്തമായിട്ടുള്ള കോസ് ഹെവി റെയിൻഫാൾ അലോങ് ദ വിൻഡ് വാർഡ് സൈഡ്, ആ കാറ്റിന് അഭിമുഖമായ സ്ഥലത്ത് ശക്തമായി മഴ ലഭിക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്യും. ഇപ്പോൾ വെസ്റ്റ് കോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? വെസ്റ്റ് കോസ്റ്റിലും പശ്ചിമ തീര പ്രദേശത്തും, അതായത് ഈ പ്രദേശത്തും വെസ്റ്റ് കോസ്റ്റിലും ഈ പോകുന്ന വെസ്റ്റ് കോസ്റ്റിലും കൂടാതെ വെസ്റ്റേൺ സ്ലോപ്പ് ഓഫ് ദ വെസ്റ്റേൺ Ghats എവിടെയാണ് പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ അതിലും റിസീവ് എത്ര മഴ ലഭിക്കും? 250 to 400 സെന്റിമീറ്റർ റെയിൻഫാൾ ഡ്യൂറിംഗ് ദിസ് പീരീഡ്. ഈ കാലഘട്ടത്തിൽ ഇടവപ്പായ സമയത്ത് ശക്തമായ മഴ നമുക്ക് ലഭിക്കാറുണ്ട്. സ്കൂൾ തുറക്കുന്ന സമയത്ത് നമുക്ക് ശക്തമായ മഴ ലഭിക്കാറുണ്ട്. ഇനി എന്താണ് നമ്മൾ റെയിൻ ഷാഡോ റീജിയൻ എന്ന് മനസ്സിലാക്കണം. ദ വിൻഡ്സ് ഡിസെൻഡിങ് അലോങ് ദ ഈസ്റ്റേൺ സ്ലോപ്പ് ഓഫ് ദ വെസ്റ്റേൺ Ghats ബീയിങ് ഡ്രൈ. അത് പശ്ചിമഘട്ട മലനിരയുടെ കിഴക്കൻ ഭാഗത്തേക്ക് ഈർപ്പമില്ലാത്ത വായു താഴ്ന്നിറങ്ങുന്നതിനാൽ ദ പ്ലേറ്റു റീജിയൻ സിറ്റുവേറ്റഡ് ക്ലോസ് ദ ഈസ്റ്റേൺ സ്ലോപ്പ് എവിടെയാണ് പീഠഭൂമിയുടെ കിഴക്കൻ മേഖലയിൽ റിസീവ് എന്ത് ലഭിക്കുള്ളൂ? വെരി ലെസ് എമൗണ്ട് റെയിൻ, വളരെ കുറച്ച് മാത്രമേ മഴ ലഭിക്കാറുള്ളൂ. സച്ച് റീജിയൻ ആർ ടേംഡ് ആസ്, ആ മേഖല നമ്മൾ വിളിക്കുന്ന പേരെന്താ? റെയിൻ ഷാഡോ റീജിയൻ അഥവാ മഴനിഴൽ പ്രദേശം. അത് എത്ര സെന്റിമീറ്റർ മഴ ലഭിക്കുന്നത്? 50 സെന്റിമീറ്റർ താഴെ നമുക്ക് മഴ ലഭിക്കാറുള്ളൂ. അപ്പൊ ഈ മഴ നമ്മൾ ഇന്ന് ഇടവപ്പാതി അഥവാ എന്ത് വിളിക്കും? സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്നാണ് വിളിക്കാറുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാറ്റ് ഇവിടെ നിന്ന് പോയ കാറ്റ്, അതായത് ഇവിടെ എത്തിയ ജൂൺ മാസത്തില് ഈ തിരുവനന്തപുരത്താണ് ആദ്യമായിട്ട്, ജൂൺ 1 തീയതി തിരുവനന്തപുരത്താണ് മഴ ലഭിക്കുന്നത്. പശ്ചിമഘട്ട മലനിരകളുടെ ആദ്യമായിട്ട് മഴ ലഭിക്കുന്നത് തിരുവനന്തപുരത്താണ്. എന്നിട്ട് ഈ കാറ്റ് ഇതിലേക്കൂടെ ഇങ്ങനെ സഞ്ചരിച്ച് ഇതിലേക്കൂടെ മഹാരാഷ്ട്രയിൽ മുംബൈയിലേക്ക് ഈ ഭാഗത്തേക്ക് എത്തും. ഇവിടുത്തെ കാര്യമാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. The southwest monsoon wind reached the Maharashtra coast. അപ്പോൾ സൗത്ത് വെസ്റ്റ് വിൻഡ് റീച്ച് മഹാരാഷ്ട്രയിൽ. അപ്പോൾ അവിടുത്തെ റെയിൻഫാളിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സൗത്ത് വെസ്റ്റ് മൺസൂൺ റീച്ചിങ് ദ മഹാരാഷ്ട്ര കോസ്റ്റ്. ഈ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ എവിടെ എത്തിച്ചേരും? മഹാരാഷ്ട്ര തീരത്തേക്ക് എത്തിച്ചേരും. എൻ്റർ ദ പെനിൻസുല ത്രൂ എങ്ങനെയാണ്? നർമ്മദ ആൻഡ് താപ്തി റിവർ ബേസിൻ ആൻഡ് കോസ് മോഡറേറ്റ് എമൗണ്ട് ഓഫ് റെയിൻഫാൾ. അപ്പോൾ എവിടെയൊക്കെയാണ്? ത്രൂ ഔട്ട് ദ സെൻട്രൽ ഇന്ത്യ. ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ റീച്ചിങ് ദ മഹാരാഷ്ട്ര കോസ്റ്റ് എൻ്റർ ദ പെനിൻസുല. എവിടെ എത്തിച്ചേരുന്നതാണ്? മഹാരാഷ്ട്ര തീരത്ത് എത്തിച്ചേരുന്ന ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എവിടേക്ക് പ്രവേശിക്കും?
ഉപദ്വീപിലേക്ക് പ്രവേശിക്കും ത്രൂ ഇതിലൂടെയാണ് നർമ്മദ ആൻഡ് താപ്തി റിവർ ബേസിൻ. നർമ്മദ താപ്തി റിവർ ബേസിനിലൂടെ എത്തിച്ചേരുന്ന ഈ പറഞ്ഞ ഉപദ്വീപിലേക്ക് എത്തിച്ചേർന്ന ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ മോഡറേറ്റ് എമൗണ്ട് ഓഫ് റെയിൻഫാൾ, മിതമായ നിരക്കിലുള്ള റെയിൻഫാൾ നൽകും. എവിടെയാണ്? ത്രൂ ഔട്ട് സെൻട്രൽ ഇന്ത്യ, മധ്യ ഇന്ത്യയിലുടനീളം മിതമായ നിരക്കിലുള്ള മഴ ലഭിക്കുന്നതിന് കാരണമാക്കും. ഏത് മഴയാണ്? ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ റീച്ചിങ് ദ മഹാരാഷ്ട്ര കോസ്റ്റ്, എൻഡർ ദ പെൻസുല, എവിടേക്ക് പ്രവേശിക്കും? പെൻസുല റീജിയനിലേക്ക് പ്രവേശിക്കും ത്രൂ ഇതിലൂടെയാണ് നർമ്മദ ആൻഡ് താപ്തി റിവർ. നർമ്മദ താപ്തിയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വിന്ധ്യ സാത്പുര പർവ്വനിരകൾക്കിടയിലുള്ള നദിയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഈ വിന്ധ്യ സാത്പുര പർവ്വതം ഇവിടെയൊക്കെയാണ് ഈ പറഞ്ഞ ഏത് നദിയുള്ള നർമ്മദ താപ്തി. അതിലൂടെയാണ് ഈ സെൻട്രൽ ഇന്ത്യയിലേക്ക് മഴ നൽകുന്നത് ആര്? സൗത്ത് വെസ്റ്റ് മൺസൂൺ. അപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ റീച്ചിങ് ദ മഹാരാഷ്ട്ര കോസ്റ്റ്, എൻഡർ ദ പെൻസുല ത്രൂ എങ്ങനെയാണ്? നർമ്മദ ആൻഡ് താപ്തി റിവർ ബേസിൻ ആൻഡ് കോസ്റ്റ് മോഡറേറ്റ് എമൗണ്ട് ഓഫ് റെയിൻഫാൾ ത്രൂ ഔട്ട് സെൻട്രൽ ഇന്ത്യ. ഇനി അടുത്ത ചോട്ടാ നാഗ്പൂർ പ്ലേറ്റു ആൾസോ റിസീവ് എ സ്മാൾ എമൗണ്ട് ഓഫ് റെയിൻഫാൾ ഡ്യൂറിംഗ് ദിസ് പീരീഡ്. ഈ കാലഘട്ടത്തിൽ സെൻട്രൽ ഇന്ത്യയെ കൂടാതെ, സെൻട്രൽ ഇന്ത്യ നമ്മൾ പറയുന്നത് പ്രത്യേകിച്ച് പറഞ്ഞ മാൾവ പീഠഭൂമിയുടെ ഭാഗത്തേക്ക് കുറച്ച് മഴ ലഭിക്കും. ഇനി ചോട്ടാ നാഗ്പൂർ പ്ലേറ്റു ആൾസോ റിസീവ് എ സ്മാൾ എമൗണ്ട് ഓഫ് റെയിൻഫാൾ ഡ്യൂറിംഗ് ദിസ് പീരീഡ്. ഈ കാലഘട്ടത്തിൽ ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ്, അതായത് ഏറ്റവും കൂടുതൽ മിനറൽസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന ആ ഭാഗത്തും കുറച്ച് മിതമായ നിരക്കിൽ മഴ ലഭിക്കുന്നതിന് കാരണമാകും സൗത്ത് വെസ്റ്റ് മൺസൂൺ അവിടെ എത്തിച്ചേരുന്നതിലൂടെ. ചോട്ടാ നാഗ്പൂർ പ്ലേറ്റു ആൾസോ റിസീവ് എ സ്മാൾ എമൗണ്ട് ഓഫ് റെയിൻഫാൾ ഡ്യൂറിംഗ് ദിസ് പീരീഡ്. അപ്പോൾ ഇവിടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ നമ്മൾ പൂർണ്ണമായും നിർത്തി. എങ്ങനെയാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ റീച്ചിങ് ദ മഹാരാഷ്ട്ര കോസ്റ്റ്, എൻഡർ ദ പെൻസുല ത്രൂ എങ്ങനെയാണ്? നർമ്മദ ആൻഡ് താപ്തി റിവർ ബേസിൻ ആൻഡ് കോസ്റ്റ് മോഡറേറ്റ് എമൗണ്ട് ഓഫ് റെയിൻഫാൾ ത്രൂ ഔട്ട് സെൻട്രൽ ഇന്ത്യ. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എവിടെ എത്തിച്ചേരും? മഹാരാഷ്ട്ര കോസ്റ്റിൽ എത്തിച്ചേരും. ഇതിലൂടെയാണ് ത്രൂ നർമ്മദ ആൻഡ് താപ്തി റിവർ ബേസിൻ. അതിലൂടെ മോഡറേറ്റ് എമൗണ്ട് റെയിൻഫാൾ എവിടെ കിട്ടും? സെൻട്രൽ ഇന്ത്യയിൽ ലഭിക്കും. ഇനി ചോട്ടനാർ പ്ലേറ്റിലും ആൾസോ റിസീവ് സ്മാൾ എമൗണ്ട് റെയിൻഫാൾ ഡ്യൂറിംഗ് ദിസ് പീരീഡ്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തിൽ മനസ്സിലാക്കുക നോർത്ത് ഈസ്റ്റ് മൺസൂണിനെ കുറിച്ചാണ്. നോർത്ത് ഈസ്റ്റ് മൺസൂൺ, വടക്ക് കിഴക്കൻ മൺസൂണിനെ കുറിച്ചാണ്. നോർത്ത് ഈസ്റ്റ് മൺസൂണിനെ കുറിച്ചാണ്. അത് ഏകദേശം ഒക്ടോബർ നവംബർ മാസത്തിലാണ് സംഭവിക്കുന്നത്. അതിന് നമ്മൾ വിളിക്കുന്ന പേര് തുലാവർഷം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ തുലാവർഷം എന്ന് പറയുമ്പോൾ അത് ശക്തമായ ഇടിയോട് കൂടിയ, എപ്പോഴും 4 മണിക്ക് ശേഷം ശക്തമായ ഇടിയോട് കൂടിയ മഴയുണ്ടാവും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് തുലാവർഷം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. എപ്പോഴും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ശക്തമായ മഴ ലഭിക്കുന്നത്, ഇടിയോട് കൂടിയുള്ള മഴയായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഈ പറഞ്ഞ കന്യാകുമാരിന്റെ ഭാഗത്തുനിന്ന് ഈ ഇന്ത്യൻ ഓഷന്റെ ഇവിടുന്ന് അറബിക്കടലിന്റെ ഭാഗത്തേക്ക് സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇങ്ങനെ സഞ്ചരിച്ച് ഇതിലൂടെ പോയി എവിടെ എത്തിച്ചേരും? ഈ ഡൽഹിയുടെ ഭാഗത്തേക്ക് എത്തിച്ചേരും. പിന്നെ വേറൊരു ശാഖയുണ്ട്, അത് ഈ ഒരു ഭാഗത്തൂടെ ഈ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗത്തൂടെ സഞ്ചരിക്കും. അത് വിശാഖപട്ടണം, ഈ ഒറീസ ഈ വഴി സഞ്ചരിച്ച് ഇവിടൊക്കെ മഴ നൽകി അതും ഡൽഹിയിൽ എത്തിച്ചേരും. ഇപ്പോൾ ഈ 2 ശാഖകൾ എവിടെ എത്തിച്ചേരും? ഈ ഡൽഹി ഭാഗത്തേക്ക് എത്തിച്ചേർന്നതിന് ശേഷം അത് ഈ സെപ്റ്റംബർ മാസം അത് ഈ ഡൽഹിയിൽ എത്തിച്ചേർന്ന് സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്കും അത് തിരിച്ച് എങ്ങോട്ടേക്ക് വരും? നമ്മുടെ കേരളത്തിന്റെ ഭാഗത്തേക്ക് തിരിച്ചു വരും. ആ ഒരു മൺസൂണെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് വിളിക്കും. നോർത്ത് ഈസ്റ്റ് മൺസൂൺ അഥവാ തുലാവർഷം എന്ന് പറയും. അത് തിരികെ ഒരു സെപ്റ്റംബർ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഒക്ടോബർ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഗോവ ആ ഒരു പ്രദേശത്തെ ശക്തമായിട്ടുള്ള ഇടിയും മഴയൊക്കെ ലഭിക്കുന്നതിന് കാരണമായി തീരും. അപ്പോൾ അതാണ് നമ്മൾ നോർത്ത് ഈസ്റ്റ് മൺസൂണിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. തിരികെ അതിങ്ങനെ സഞ്ചരിച്ച് ഈ ഒരു ഭാഗത്തൂടെ സഞ്ചരിച്ച് അതങ്ങ് ഇന്ത്യൻ ഓഷന്റെ ഭാഗത്തേക്ക് ഒരു ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ടും ഇല്ലാതായിത്തീരും. ആ കാറ്റ് പൂർണ്ണമായിട്ടും അങ്ങ് ഇന്ത്യൻ ഓഷന്റെ ഭാഗത്തേക്ക് തിരികെ പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ സഞ്ചരിച്ച് ഡൽഹിയിൽ എത്തിച്ചേർന്നു. പിന്നെ ഡൽഹിയിൽ നിന്ന് മുകളിലോട്ട് പോകാൻ ഏറ്റവും മുകളിലേക്ക് പോകുന്നത് ആര് തടയും? ഹിമാലയം. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടില്ല, ഹിമാലയം തടയും. അപ്പോൾ അത് തിരികെ ഇങ്ങോട്ടേക്ക് വരും. ഈ പറഞ്ഞ കേരളത്തിന്റെ ഭാഗത്തേക്ക് വീണ്ടും സഞ്ചരിച്ച് അത് ഇന്ത്യൻ ഓഷന്റെ ഭാഗത്തേക്ക് ഇങ്ങ് പോകും. അപ്പോൾ ഇനി നമ്മൾ ആ തിരികെ വരുന്ന മൺസൂണിന്റെ കാര്യമാണ് മനസ്സിലാക്കുന്നത്. നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഒക്ടോബർ നവംബർ കാലഘട്ടത്തിലാണ്, തുലാവർഷമാണ്. ആ കാലഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ ഇനി മനസ്സിലാക്കുന്നത്. പെനിൻസുല പ്ലാറ്റു ജനറലി എക്സ്പീരിയൻസ് ഡ്രൈ ക്ലൈമറ്റ് ഡ്യൂറിംഗ് ദ നോർത്ത് ഈസ്റ്റ് മൺസൂൺ. പെനിൻസുല പ്ലാറ്റു ജനറലി എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഡ്രൈ ക്ലൈമറ്റ് ഡ്യൂറിംഗ് ദ നോർത്ത് ഈസ്റ്റ് മൺസൂൺ. അപ്പോൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാലഘട്ടത്തിൽ ഉപദ്വീപീയ പീഠഭൂമി താരതമ്യേന വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടാറുള്ളത്. പെനിൻസുല പ്ലാറ്റു ജനറലി എക്സ്പീരിയൻസസ് ഡ്രൈ ക്ലൈമറ്റ് ഡ്യൂറിംഗ് ദ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഓർ റിട്രീറ്റിംഗ് മൺസൂൺ സീസൺ. അപ്പോൾ മൺസൂണിന്റെ വിടവാങ്ങൽ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. അത് കാരണം തിരിച്ച് എവിടേക്ക് തന്നെ പോവുകയാണ്, വന്ന സ്ഥലത്തേക്ക് തന്നെ വീണ്ടും പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് മൺസൂണിന്റെ വിടവാങ്ങൽ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണ് പെനിൻസുല പ്ലാറ്റു ജനറലി എക്സ്പീരിയൻസ് ഡ്രൈ ക്ലൈമറ്റ് ഡ്യൂറിംഗ് ദ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഓർ റിട്രീറ്റിംഗ് മൺസൂൺ സീസൺ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ വരണ്ട കാലാവസ്ഥയാണ് പൊതുവെ ഉപദ്വീപീയ പീഠഭൂമിയിൽ അനുഭവപ്പെടാറുള്ളത്. ഈ തിരിച്ചു വരുന്ന സമയത്ത് ഉപദ്വീപീയ പീഠഭൂമിയിൽ വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടാറുള്ളത്. ഇനി ലോ പ്രഷർ വേൾഡ്സ് ഡെവലപ്ഡ് ഓവർ ദ ബേ ഓഫ് ബംഗാൾ. എവിടെയാണ്? ബേ ഓഫ് ബംഗാളിന്റെ ഭാഗത്ത് ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ലോ പ്രഷർ എന്ന് വെച്ചാൽ ആ സമയ കാലഘട്ടത്തിൽ ലോ പ്രഷർ എന്ന് വെച്ചാൽ ന്യൂനമർദ്ദം രൂപപ്പെടും. ന്യൂനമർദ്ദ ചുഴികളൊക്കെ രൂപം കൊള്ളും. എവിടെ? ബേ ഓഫ് ബംഗാളിന്റെ ഭാഗത്ത്. ബേ ഓഫ് ബംഗാൾ ഇപ്പുറത്തെ സൈഡിലാണ്, ഈസ്റ്റ് ഭാഗത്താണ്. ഇവിടെ എന്ത് ചെയ്യും? ശക്തമായിട്ടുള്ള
ന്യൂനമർദ്ദ ചുഴികളൊക്കെ രൂപം കൊള്ളും. ന്യൂനമർദ്ദം എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു പ്രദേശത്ത്, ഈ ഒരു കടലിന്റെ ഭാഗത്ത് ചൂട് കൂടുതലാവുന്നതിന്റെ ഫലമായിട്ട് വായു ഉയർന്നു പൊങ്ങും. ചൂട് കൂടുതലിന്റെ ഫലമായിട്ട് വായു ഉയർന്നു പൊങ്ങുകയും ആ ഉയർന്നു പൊങ്ങുന്നതിന്റെ ഫലമായിട്ട് അവിടെ എന്ത് ചെയ്യും, ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യും, മർദ്ദം കുറയും. മർദ്ദം കുറയുമ്പോൾ മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള കാറ്റ്, എപ്പോഴും സഞ്ചരിക്കുന്ന കാറ്റ് ഇവിടെ നിന്ന് എവിടേക്കാണ് സഞ്ചരിക്കുക, മർദ്ദം കൂടിയ ഭാഗത്തു നിന്ന് മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്കാണ് സഞ്ചരിക്കുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, അവിടെ വലിയ ചുഴികൾ ഉണ്ടാവുകയും കാറ്റുകൾ രൂപം കൊള്ളുകയും ചെയ്യും. അതിന്റെ ഫലമായിട്ട് ശക്തമായ മഴ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ലോ പ്രഷർ വേൾസ് ഡെവലപ്ഡ് ഓവർ ദ ബേ ഓഫ് ബംഗാൾ. ലോ പ്രഷർ വേൾസ് ഡെവലപ്ഡ് ഓവർ ദ ബേ ഓഫ് ബംഗാൾ കോസസ് ഹെവി റെയിൻഫോൾ. ലോ പ്രഷർ വേൾസ് ഡെവലപ്ഡ് ഓവർ ദ ബംഗാൾ കോസസ് ഹെവി റെയിൻഫോൾ അലോങ് ദ ഈസ്റ്റ് കോസ്റ്റ്. പ്രത്യേകിച്ച് എവിടെയാണ്, കിഴക്കൻ തീരങ്ങളിൽ, എസ്പെഷ്യലി തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ മേഖലകളിൽ ശക്തമായ മഴ ലഭിക്കുന്നതിന് കാരണമായി തീരും. ലോ പ്രഷർ വേൾസ് ഡെവലപ്ഡ് ഓവർ ദ ബേ ഓഫ് ബംഗാൾ കോസസ് ഹെവി റെയിൻഫോൾ അലോങ് ദ ഈസ്റ്റ് കോസ്റ്റ്, എസ്പെഷ്യലി എവിടെയൊക്കെയാണ്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്. അപ്പൊ ഇപ്പോഴാണ് തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ശക്തമായ മഴ ലഭിക്കുന്നത്. ഏത് സീസണിലാണ്? നോർത്ത് ഈസ്റ്റ് മൺസൂൺ കാലഘട്ടത്തിലാണ്. സൗത്ത് വെസ്റ്റിൽ അധികം മഴ ലഭിക്കത്തില്ല, കുറച്ച് മഴ ലഭിക്കത്തുള്ളൂ, ഏകദേശം 50 സെന്റിമീറ്റർ താഴെ മാത്രമേ ലഭിക്കുന്നുള്ളൂ. നോർത്ത് ഈസ്റ്റ് മൺസൂൺ കാലയളവിലാണ് തമിഴ്നാടിനും ആന്ധ്രാപ്രദേശിനും ശക്തമായ മഴ ലഭിക്കുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇവിടേക്ക് ശക്തമായിട്ടുള്ള മഴയാണ് ഉണ്ടാവുക. എവിടേക്കാണ്? തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും. ദ പ്ലേറ്റു റിമെയിൻസ് അൺഅഫക്റ്റഡ്. അപ്പോൾ ഇത് പീഠഭൂമിയിലേക്ക്, ഈ മഴ പീഠഭൂമിയിലേക്ക് എത്താറില്ല, ഈ ആനുകൂല്യം അതിന് കിട്ടാറില്ല. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നോർത്ത് ഈസ്റ്റ് മൺസൂണിന്റെ കാര്യം ഒന്നുകൂടെ പറയാം. പെനിൻസുല പ്ലാറ്റു ജനറലി എക്സ്പീരിയൻസ് ഡ്രൈ ക്ലൈമറ്റ് ഡ്യൂറിംഗ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഓർ റിട്രീറ്റിംഗ് മൺസൂൺ. അപ്പോൾ റിട്രീറ്റിംഗ് മൺസൂൺ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് മൺസൂൺ കാലഘട്ടത്തിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ സാധാരണയായിട്ട് വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടാറുള്ളത്. ഇനി മനസ്സിലാക്കുന്നത് ലോ പ്രഷർ വേൾസ് ഡെവലപ്ഡ് ഓവർ ദി ബേ ഓഫ് ബംഗാൾ. ഈ ബേ ഓഫ് ബംഗാളിന്റെ ഭാഗത്ത് ന്യൂനമർദ്ദ ചുഴികൾ രൂപം കൊള്ളുകയും അതിന്റെ ഫലമായിട്ട് കോസ് ഹെവി റെയിൻഫാൾ അലോങ് ദി ഈസ്റ്റ് കോസ്റ്റ്. ഈ പറഞ്ഞ ഈസ്റ്റ് കോസ്റ്റ് ഭാഗത്തിൽ, കിഴക്കൻ തീരങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് എവിടെയൊക്കെയാണ്? എസ്പെഷ്യലി തമിഴ്നാട് ആൻഡ് ആന്ധ്രാപ്രദേശ്. പ്ലേറ്റു റിമെയിൻസ് അൺഅഫക്റ്റഡ്. ആ മേഖലയിൽ. പക്ഷെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗത്തേക്ക് അത് ബാധിക്കാറില്ല. അപ്പൊ ഇത്രയും ഭാഗമാണ് നമ്മൾ കാലാവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. തുടക്കം തന്നെ പറഞ്ഞ കാര്യം, ഉപദ്വീപ പീഠഭൂമിയിൽ സാധാരണഗതിയിൽ ട്രോപ്പിക്കൽ മൺസൂൺ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്, ഉഷ്ണമേഖല കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഇനി മേജർ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ക്ലൈമറ്റ് ഓഫ് പെനിൻസുല പ്ലേറ്റു. ഉപദ്വീപയുടെ കാലാവസ്ഥയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളെ, ഉപദ്വീപ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കി. ട്രോപ്പിക്കൽ ലൊക്കേഷൻ, പെക്യുലർ ഷേപ്പ് ഓഫ് പെനിൻസുല, ഡിസ്റ്റൻസ് ഫ്രം ദ ഓഷൻ, സമുദ്രത്തിലുള്ള അകലം, ഓറിയന്റേഷൻ ഓഫ് മൗണ്ടൻ റേഞ്ചസ്, പർവ്വതനിരകളുടെ കിടപ്പ്, ഡയറക്ഷൻ ഓഫ് മൺസൂൺ കാറ്റിന്റെ ഗതി. ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവിടുത്തെ കാലാവസ്ഥ വൈവിധ്യം ഉള്ളത്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തിൽ മനസ്സിലാക്കിയത്, ഇനി ടെമ്പറേച്ചറിന്റെ കാര്യം എടുത്തു പറയുകയാണ്. ക്ലൈമറ്റ് ഓഫ് പെനിൻസുലയിൽ ഇതിനെ കുറിച്ചാണ് ടെമ്പറേച്ചറിന്റെ കാര്യമാണ് പറയുന്നത്. ഇനി ആവറേജ് സമ്മർ ടെമ്പറേച്ചർ ഇൻ ദ പെനിൻസുല പ്ലേറ്റു ഈസ് മോർ ദാൻ 30 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഉപദ്വീപ പീഠഭൂമിയിൽ സാധാരണ ഇതിൽ ശരാശരി താപനില എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. ഇനി ഡെക്കാൻ പ്ലാറ്റിന്റെ കാര്യം എടുത്ത് പറയുന്നു. മാർച്ച് മാസത്തിൽ എത്ര ഡിഗ്രി സെൽഷ്യസ് വരെ എത്താറുണ്ട്? 38 ഡിഗ്രി സെൽഷ്യസ് അധികം എത്താറുണ്ട്. ഇനി ഹയർ എലിവേഷൻസ് ഓഫ് എവിടത്തെയാണ്? വെസ്റ്റേൺ ഗട്ട്സ്, പശ്ചിമഘട്ട മലനിരകളുടെ ഉയർന്ന വിധാനങ്ങളിൽ സാധാരണഗതിയിൽ താഴ്ന്ന ടെമ്പറേച്ചർ അനുഭവപ്പെടുക. ഇനി ഡയറണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ ലോങ്. എവിടെയാണ്? ഇന്റീരിയർ ഓഫ് ദ പ്ലാറ്റു. ഉപദ്വീപ പീഠഭൂമിയുടെ ഉൾഭാഗങ്ങളിൽ സാധാരണ ദൈനിക താപമാനം വളരെയധികം കൂടാറുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ ഇതിന്റെ താപനില വളരെയധികം പെട്ടെന്ന് താഴുന്നത് കൊണ്ടാണ്. ഇപ്പൊ കര വേഗത്തിൽ തണുക്കുകയും അതുപോലെ തന്നെ ചൂടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കര തണുക്കുന്നതിന്റെ ഭാഗമായിട്ട്, ഈ രാത്രിയിൽ പെട്ടെന്ന് തന്നെ തണുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വ്യത്യാസം കാണപ്പെടാറുള്ളത്. ഇനി എന്താണ് ഡയറണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്താണത്? ഡയറണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് മിനിമം ടെമ്പറേച്ചർ റെക്കോർഡ് ഇൻ എ പർട്ടിക്കുലർ പ്ലേസ് ഇൻ എ ഡേ. ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു ദിവസത്തിൽ അനുഭവപ്പെടുന്ന കൂടിയ താപനിലയുടെയും കുറഞ്ഞ താപനിലയുടെ വ്യത്യാസത്തെയാണ് നമ്മൾ ഡയറണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അഥവാ എന്ത് വിളിക്കുന്നത്? ദൈനിക താപമാനം എന്നറിയപ്പെടുന്നത്. ഇനി നമ്മൾ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ റെയിൻഫാൾ പെനിൻസുല പ്ലേറ്റു ഉപദ്വീപ പീഠഭൂമിയിലെ എന്തിനെ കുറിച്ചാണ്? മഴ വിതരണത്തെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. മൊത്തത്തിൽ എങ്ങനെയാണ്? മോഡറേറ്റ് ഓർ സ്കാൻഡി റെയിൻഫാൾ ആണ് മൊത്തത്തിൽ ഉപദ്വീപ പീഠഭൂമിയിൽ എല്ലായിടത്തും ഉള്ളത്. എന്തൊഴികെ? വെസ്റ്റേൺ സ്ലോപ്പ്, വെസ്റ്റേൺ ഘട്ടം ഒഴികെ അവിടെ മഴ ലഭിക്കുന്നുണ്ട്. ബാക്കിയെല്ലാ പ്രദേശത്തിലും മോഡറേറ്റ് ഓർ സ്കാൻഡി ആണ് ലഭിക്കുന്നത്. ഇനി നമ്മൾ സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ കാലഘട്ടം പറയണോ? ഡ്യൂറിംഗ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ, ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലാണ്? ഇടവപ്പാതി സമയ കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കും? വെസ്റ്റേൺ സ്ലോപ്പ് വെസ്റ്റേൺ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗത്തേക്ക് ഈർപ്പം വഹിച്ചുള്ള വായു എത്തിച്ചേരുകയും അവിടെ വെച്ച് തണുത്തുറഞ്ഞ ഖനിവ് വെച്ച് ശക്തമായ മഴ ലഭിക്കും. കാറ്റിന് അഭിമുഖമായ സ്ഥലത്ത് ശക്തമായ മഴ ലഭിക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്യും. ഈ സമയത്ത് വെസ്റ്റ് കോസ്റ്റിലും വെസ്റ്റേൺ ഘട്ടിലും എത്രയാണ്? 250 മുതൽ 400 സെന്റിമീറ്റർ മഴ ലഭിക്കാറുണ്ട്. ഇനി നമ്മൾ മഴ നിഴൽ പ്രദേശം അഥവാ റെയിൻ ഷാഡോ റീജിയൻ എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് റെയിൻ ഷാഡോ റീജിയൻ എന്ന് പറയുന്നത്?
വിൻഡ് ഡിസൈനിങ് അലോങ് ദി ഈസ്റ്റേൺ സ്ലോപ്പ് ഓഫ് ദി വെസ്റ്റേൺ ഘട്ട് ബീൻ ഡ്രൈ, അതായത് പശ്ചിമഘട്ട മലനിരകളുടെ കിഴക്കൻ തീരങ്ങളിൽ ഈർപ്പമില്ലാത്ത കാറ്റാണ് എത്തിച്ചേരുന്നത്. ആ ഭാഗങ്ങളിൽ പ്ലേറ്റോ റീജൻ സിറ്റുവേറ്റ് ക്ലോസ് ടു ഈസ്റ്റേൺ സ്ലോപ്പ് ഓഫ് ദ, അപ്പോൾ ഈസ്റ്റ് പീഠഭൂമിയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ എന്ത് ലഭിക്കുള്ളൂ? റിസീവ് വെരി ലെസ് എമൗണ്ട് റെയിൻ, വളരെ കുറച്ച് മാത്രമേ മഴ ലഭിക്കുള്ളൂ. ആ മേഖല നമ്മൾ വിളിക്കുന്ന പേരാണ് റെയിൻ ഷാഡോ റീജൻ അഥവാ മഴ നിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത്. ഇനി നമ്മൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ സഞ്ചരിച്ച് ഇപ്പോൾ ഇവിടുത്തെ ഈ മഹാരാഷ്ട്ര കോസ്റ്റിൽ എത്തിച്ചേർന്നു. ഇതിലൂടെയാണ് ത്രൂ നർമ്മദ ആൻഡ് താപ്തി റിവർ ബേസിൻ. അവിടെ ഇപ്പോൾ ഈ സെൻട്രൽ ഇന്ത്യയിൽ മോഡറേറ്റ് എമൗണ്ട് റെയിൻഫോൾ നൽകുന്നതിന് കാരണമായി തീരും ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ അവിടെ എത്തുന്നതിന്റെ ഫലമായിട്ട്. ഇനി ചോട്ടനർ പ്ലാറ്റു ആൾസോ റിസീവ് സ്മാൾ എമൗണ്ട് റെയിൻഫോൾ ഡ്യൂറിംഗ് സ്പ്രെഡ്. ഈ കാലഘട്ടത്തിൽ ചോട്ടനർ പ്ലാറ്റിനും എന്ത് ലഭിക്കും? കുറച്ച് മഴ ലഭിക്കും ഈ ഒരു കാലഘട്ടത്തിൽ. ഇനി നമ്മൾ നോർത്ത് ഈസ്റ്റ് മൺസൂൺ അഥവാ റിട്രീറ്റിംഗ് മൺസൂൺ അഥവാ മൺസൂണിന്റെ വിടവാങ്ങൽ കാലഘട്ടത്തെ കുറിച്ചാണ് അല്ലെങ്കിൽ തുലാവർഷത്തെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. പെൻസില വാലി ജനറലി എക്സ്പീരിയൻസ് ഡ്രൈ ക്ലൈമറ്റ് ഡ്യൂറിംഗ് ദ നോർത്ത് ഈസ്റ്റ് മൺസൂൺ. ഈ മൺസൂണിന്റെ വിടവാങ്ങൽ കാലഘട്ടത്തിൽ ഉപദ്വീപപ്പെടൽ സാധാരണയായിട്ട് എന്താണ് വരണ്ട ഒരു കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഇനി ബേ ഓഫ് ബംഗാളിന്റെ ഉപരിതലത്തിൽ ബേ ഓഫ് ബംഗാളിന്റെ ഭാഗത്ത് ലോ പ്രഷർ എന്ന് വെച്ചാൽ ന്യൂനമർദ്ദം, താഴ്ന്ന മർദ്ദം അനുഭവപ്പെടുകയും അതിനെ തുടർന്ന് അവിടെ കാറ്റുകളൊക്കെ രൂപം കൊള്ളുകയും അതിന് ഫലമായിട്ട് ശക്തമായിട്ട് മഴ ഉണ്ടാവുകയും ചെയ്യുന്നത് എവിടെയാണ്? ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് എസ്പെഷ്യലി എവിടെയാണ്? തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ ഭാഗങ്ങളിൽ. ഇത് പക്ഷേ എവിടെ അനുഭവപ്പെടാറില്ല? പ്ലേറ്റോ റിമെയിൻസ് അൺഅഫക്റ്റഡ്.